നമ്മുടെ ഇന്നത്തെ സംഗമത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ അതിൻ്റെ പേര് എന്ന് പറയുന്നത് ശക്തി സംഗമം. ശക്തി സംഗമം, ശക്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ, ആദ്യമായിട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ചട്ടമ്പി സ്വാമികളെയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രഭാഷണമുണ്ട്. 1920കളിൽ നടത്തിയ ഒരു പ്രഭാഷണമാണ്. ഒരു വീട്ടിൽ വെച്ച് കൂടിയ വനിതകളുടെ ഒരു സംഗമത്തിൽ. ഇന്ന് നമുക്കത് കേൾക്കുമ്പോൾ ഒരു പുതുമയും തോന്നില്ല. പക്ഷേ ഒരു 100 വർഷത്തിന് മുമ്പാണ് ഇത് നടന്നത്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് നടന്ന ഒരു പ്രഭാഷണമാണ്. ഒരു സ്ത്രീകളുടെ മാത്രമായ ഒരു കൂട്ടായ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാമിജി നടത്തിയ ഒരു പ്രഭാഷണം. പുരുഷന്മാരും ഉണ്ട്, എങ്കിലും പ്രധാനമായ സ്ത്രീകളാണ്. അപ്പോൾ അതിൻ്റെ പേര്, ആ വിഷയത്തിൻ്റെ പേരെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ സ്ഥാനം എന്നുള്ളതായിരുന്നു. പിന്നീട് അത് കുറിപ്പായിട്ട് പ്രസിദ്ധീകരിച്ചു ആ പ്രഭാഷണം. അതിൽ ചട്ടമ്പി സ്വാമി അടിവരയിട്ട് പറയുന്ന ചില പോയിന്റുകളുണ്ട്. 100 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, സ്ത്രീയും പുരുഷനും സമത്വ ബുദ്ധിയോടുകൂടി നമ്മൾ നോക്കിക്കാണണം. എങ്ങനെയെന്നാൽ ബ്രഹ്മവും അതിൻ്റെ മൂലപ്രകൃതിയും, അദ്വൈത വേദാന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വാമിജി നമുക്ക് സ്ത്രീയെയും പുരുഷനെയും അടയാളപ്പെടുത്തിയത്. വേദാന്തത്തിൽ എപ്രകാരമാണോ ബ്രഹ്മവും അതിൻ്റെ മൂലപ്രകൃതിയും അഭിന്നമായിരിക്കുന്നത്, നൃത്തവും നർത്തനവും പോലെ, നൃത്തം ചെയ്യുന്ന ആളും നർത്തനവും പോലെ ഒന്നായിരിക്കുന്നത്, അതുപോലെയാണ് സ്ത്രീയും പുരുഷനും പ്രപഞ്ചത്തിലുള്ളത്. അതുപോലെ ആയിരിക്കണം സമൂഹത്തിലും അവരുടെ സ്ഥാനം. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവർക്കിടയിൽ സമാനതകൾ ഉണ്ടെങ്കിലും ഇവർ അനന്യരാണ്. ഒരാൾ മറ്റൊരാൾക്ക് പകരമാകില്ല. രണ്ടുപേരും അനന്യരാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇതിൽ പുരുഷനാണ് ചുമതല അധികവും. സ്ത്രീകളെ ആദരിക്കുകയും സ്നേഹിക്കുകയും കരുണയോടെ സമീപിക്കുകയും ചെയ്ത് അവരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല അധിക ചുമതല പുരുഷൻ അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഒരു സനാതനധർമ്മത്തിനെ ഒരു വലിയ ഒരു ക്യാൻവാസിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ, സനാതനധർമ്മത്തിൽ ഒരു 2 ധാരകൾ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. അതിലൊന്ന് പൗരോഹിത്യത്തിൻ്റെ ധാരയും മറ്റൊന്ന് ഋഷിപ്രോക്തമായ ഒരു ധാരയും. ഋഷികളാൽ പറയപ്പെട്ട ഒരു ധാരയുമുണ്ട്. അതേപോലെ പൗരോഹിത്യം നമുക്ക് വെച്ച് നൽകിയിട്ടുള്ള ധാരകളുമുണ്ട്. പൗരോഹിത്യ ധാര എന്ന് പറയുന്നത് കൂടുതലും വിധി നിഷേധങ്ങളാണ്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് വിദ്യാർത്ഥികളോടായാലും സ്ത്രീകളോടായാലും പുരുഷനോടായാലും എല്ലാം വിധി നിഷേധങ്ങളിലൂടെ അത് സംവദിച്ചു. അതിൻ്റെ കൂട്ടത്തിലാണ് സ്ത്രീകൾ ഒരു സംസ്കാരത്തെ നിർവചിക്കുന്നത്. സനാതനധർമ്മത്തിലെ സംസ്കാരത്തെ നിർവചിക്കുന്നത് ശീലശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് സംസ്കാരത്തിൻ്റെ കാതൽ എന്നാണ് നമ്മുടെ സനാതനധർമ്മത്തിലെ ഒരു നിർവചനം. ശീലശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് സംസ്കാരത്തിൻ്റെ കാതൽ. ഒരു നാടിൻ്റെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നത് അവിടുത്തെ സ്ത്രീകളുടെ ശീലശുദ്ധിയാണ്. ഈ വേദിയിൽ തന്നെ നമ്മളത് കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അഹല്യയുടെ ഉദാഹരണം പറയുകയും ചെയ്തു. അഹല്യയ്ക്കാണ് ശാപം കൂടുതലും ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാര്യം ശീലശുദ്ധി അവിടെ ഇല്ലാതായിപ്പോയി എന്നുള്ള രീതിയിൽ. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതൊരു അർത്ഥപകുതി മാത്രമാണ്. അതിൻ്റെ മറുപകുതി നമ്മൾ കേൾക്കുന്നത് ഋഷികളിൽ നിന്നാണ്. ഋഷികൾ പറഞ്ഞത് എന്താണ്? ഒരു നാടിൻ്റെ സംസ്കാരത്തെ അറിയണമെങ്കിൽ അവിടുത്തെ പുരുഷന്മാർ അവിടുത്തെ സ്ത്രീകളോട് എപ്രകാരമാണോ പെരുമാറുന്നത്, അതാണ് സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ട് ഋഷികൾ അടയാളപ്പെടുത്തിയത്. അപ്പോൾ തികച്ചും വ്യത്യസ്തവും അനുപൂരകവുമായിട്ടുള്ള 2 സംഗതികളാണ് ചേരുമ്പോഴാണ് ഇവിടെ സംസ്കാരം എന്താണെന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. ഒരു സംസ്കാരത്തെ അളക്കണമെങ്കിൽ അതിലെ അത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറി, മഹാഭാരതത്തിൽ ഈ ആശയം വരുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ ചട്ടമ്പി സ്വാമികളിലൂടെ കുറച്ചു മുമ്പ് കേട്ടത്.